ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം UDF-ലും BJP-ലും സ്ഥാനാർത്ഥി നിർണ്ണയം പോലും പൂർത്തിയായിട്ടില്ല. പൂർണ്ണമായി ഈ സീറ്റുകൾ 20 സീറ്റുകളും പിടിക്കാൻ പ്രാപ്തമായി കഴിഞ്ഞു. അത്തവണ 20 സീറ്റും പിടിക്കും, 20 സീറ്റും പിടിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇവിടെ വെച്ചിട്ട് 100 സീറ്റ് 3-ൽ 2 സീറ്റ് LDF നേടുമെന്നുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നെ സമ്മതിച്ചല്ലോ, മലപ്പുറത്ത് രക്ഷയില്ല എന്നുള്ളത്. അല്ല, പൊന്നാനിയിൽ രക്ഷയുള്ളൂ, പൊന്നാനി രക്ഷയില്ല, അതുകൊണ്ട് മലപ്പുറം രക്ഷയുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ സാധാരണ നിലയിൽ ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ, പൊന്നാനി തന്നെ മത്സരിക്കാനോ. അപ്പോൾ പൊന്നാനിയും എഴുതി തള്ളി. അപ്പോൾ മലപ്പുറത്താണെങ്കിൽ ഞങ്ങളുടെ അതിശക്തനായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ചെറുപ്പക്കാർ, യുവാക്കളുടെ ആവേശം, കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവ്, നല്ലോണം പണം പിടിക്കും ലീഗ് UDF. അപ്പോൾ അതടക്കം കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചും മാലത്തൂരിനെ സംബന്ധിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല, ഒരു ജനഗണമന പോലും പാടാൻ അറിയില്ലല്ലോ. കേട്ടില്ലേ അവസാനം സമാപനത്തിന് ജനഗണമംഗളദായക വെറുതെ കേട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഏത് ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നത്? ഇതുപോലെ മാതൃകാ സഹോദരന്മാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലോകത്തിൽ? വെച്ചിട്ടല്ലേ അഭിസംബോധന, ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇന്ത്യ രാജ്യത്തിൻ്റെ വരെ കോൺഗ്രസ്സിന് 2 ലീഡർമാരുണ്ടായിരുന്നു ജാഥ നയിക്കാൻ, 2 ആൾ. ഇനി 2 മതിയാവില്ല, 3 വേണം എന്നുള്ളത് എത്തിയിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് ഇത്ര പരിഹാസ്യമായ, ഒറ്റപ്പെട്ട, പുച്ഛിക്കപ്പെട്ട ഒരു കാലഘട്ടവും UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു ജാഥേൻ്റെ പേര്? സമരാഗ്നി അല്ല, അത് സ്വയം അഗ്നിയിൽ ബന്ധിച്ചാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെ മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർക്ക് ഈ വേറൊന്നും വേണ്ടാലോ എന്ന്, ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു പ്രശ്നമില്ലല്ലോ. അമ്പലത്തിൻ്റെ പിന്നാലെ പോയാൽ മതിയല്ലോ, ദൈവത്തിൻ്റെ പിന്നാലെ പോയാൽ മതിയല്ലോ. അതാണല്ലോ അവരുടെ സ്രോതസ്സ്. ജനങ്ങളുടെ മനസ്സിനെ വശീകരിക്കാൻ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ ഉള്ളടക്കത്തെ ടോർപ്പിഡോ ചെയ്യാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് എന്നാണ് അവരുടെ ധാരണ. എന്നാൽ അത് തിരുത്തി കുറിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അത് മോഡി കേരളത്തിൽ വന്ന് രണ്ടക്ഷരത്തിലേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഡീൻ്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ ജനത മനസ്സിലാക്കി. പറഞ്ഞ പോലെ ഒരൊറ്റ സീറ്റ് കിട്ടില്ല, ഒരു സീറ്റ് കിട്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും സീറ്റിൽ കോൺഗ്രസ് BJP-യെ സഹായിച്ചാലും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ചില ആലോചനകളും അവർ സ്വാഭാവികമായി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 20-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശക്തമായി മുന്നേറുന്നതെങ്കിൽ ചില സീറ്റുകളിൽ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. അതിനുള്ള മുൻകൂർ ജാമ്യം എടുത്തതാണ് പ്രതിപക്ഷ നേതാവ് ഞങ്ങളും BJP-യും തമ്മിലാണ് ബന്ധമെന്ന്. തലക്ക് വെളിവുള്ള ആരും അത് പറയില്ലല്ലോ. പൊതുവിലങ്ങ് മടുത്തു പോയി നിന്നിവരെ.